السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. إلهي لا تعذبني فإني مقر بالذي قد كان مني. يظن الناس بي خيرا فإني لشر الخلق إن لم تعف عني. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച പരിപാവനമായ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗീയ സുവനത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു സഫലീകരിക്കുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും എല്ലാ വിഷമങ്ങൾക്ക് അല്ലാഹു പരിഹാരം നൽകുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, കഴിഞ്ഞ ആഴ്ച ഒരു ഹദീസ് പറഞ്ഞിരുന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം എന്ന മഹാനവറുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഹദീസാണ് കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചത്. അതിൽ ഒന്നാമതായി പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വഭാവം ആരിൽ ഇല്ലാതെ വരുന്നുവോ അവൻ നഷ്ടം സംഭവിച്ചവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വഭാവം, പതിവ്, അതെന്താണ്? കത്മാനുൽ ഐബ്, ന്യൂനതകളെ മറച്ചുവെക്കുക എന്നത് സ്രഷ്ടാവിൻ്റെ സ്വഭാവമാണ്, മഹത്തായ സംസ്കാരമാണ്. അത് ഓരോ മനുഷ്യനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. കത്മാനുൽ ഐബ്, അതിനെ സംബന്ധിച്ച് ഇന്നൊന്നും വിശദീകരിക്കുന്നില്ല. ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇന്ന് ന്യൂനതകൾ മറച്ചു വെക്കുക എന്നത്
രഹസ്യങ്ങളെ രഹസ്യമാക്കി വെക്കുക എന്നത് മനുഷ്യന്റെ സംസ്കാരത്തിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നു എന്നത് വളരെയധികം വിഷമകരമായ സാഹചര്യത്തിലാണ് നാം നിലകൊള്ളുന്നത്. പറഞ്ഞു വരുന്നത്, കിടപ്പറ രഹസ്യങ്ങൾ പോലും പങ്കുവെക്കാൻ ലജ്ജയില്ലാത്ത ഒരു സമൂഹമായി മനുഷ്യ സമൂഹം മാറിയിരിക്കുന്നു. വർത്തമാനകാല ദർപ്പണത്തിലൂടെ ആധുനിക മനുഷ്യ സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യമാണ് കിടപ്പറ രഹസ്യങ്ങൾ പോലും പറയാൻ മടിയില്ലാത്ത ആളുകൾ. രഹസ്യങ്ങളെ രഹസ്യമാക്കി വെക്കുക എന്നത് ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്ന ഒരു കാര്യമാണ്. അത് സ്രഷ്ടാവിന്റെ സ്വഭാവമാണ്, സംസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന മിൻ അശർറൻ നാസി ഇൻദല്ലാഹി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ജനങ്ങളിൽ ഏറ്റവും ഷർറായ ആള് ആരാണെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മോശമായ ആളുകളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന ആൾ ആരാണെന്നറിയുമോ? അർറജുലു യുഫ്ളി ഇംറഅതഹു സുമ്മ യൻശുറു സിർറഹാ. ഒരു മനുഷ്യൻ ഭാര്യയുമായി ബന്ധപ്പെട്ടു, പിറ്റേന്ന് രാവിലെ അല്ലെങ്കിൽ അടുത്ത ദിവസം ഈ ഭാര്യയെ കുറിച്ച് മറ്റുള്ളവരോട് അവളുടെ രഹസ്യങ്ങളെ കുറിച്ച് പറയുന്ന ആ മനുഷ്യൻ ഖിയാമത്ത് നാളിൽ ഏറ്റവും വലിയ ഷർറാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ബഹുമാനികളെ, രഹസ്യങ്ങളെ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കാൻ കഴിയുക എന്നത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് ഇന്ന് പറയാമെന്ന് ഏറ്റിരുന്നത്. അതെന്താണെന്നറിയുമോ? അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സുന്നത്തു റുസുലിഹി, അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ചര്യ, നടപടിക്രമം ആരിൽ ഇല്ലയോ, ലൈസ ഫീ യദൈഹി ശൈഉൻ, അവനിക്ക് കൈമുതലായിട്ട് ഒന്നുമില്ല എന്നതാണ്. എന്താണ് അംബിയാ മുർസലുകളുടെ സുന്നത്ത് ചര്യ? ഹുസ്നു മുആമലത്തിന്നാസ്. ഇതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഹുസ്നു മുആമലത്തിന്നാസ്, ജനങ്ങളുമായിട്ട് നല്ല നിലയിൽ ഇടപെടുക എന്നത്. ജനങ്ങളുമായി നല്ല നിലയിൽ ഇടപെടുക എന്നത് അത് അംബിയാ മുർസലുകളുടെ സുന്നത്താണ്, ചര്യയാണ്. അത് ഓരോ മനുഷ്യനും സ്വായത്തമാക്കി എടുക്കേണ്ട കാര്യമാണ് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. സ്വഹീഹായ ഹദീസിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ഖാലിഖിൻ നാസ, ജനങ്ങളോട് നീ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് അറിയുമോ? ബിഖുലുഖിൻ ഹസനിൻ, നിനക്ക് ഏറ്റവും നല്ല സ്വഭാവം എന്ന് തോന്നുന്ന നിലയിൽ നീ ഇടപെടും. നമ്മളെങ്ങനെ ഇടപെടുന്നത്? എന്നോട് എങ്ങനെ എന്നാൽ അങ്ങോട്ടും അങ്ങനെ, അങ്ങനെയല്ലേ നമ്മുടെ ഇടപാട്? നമ്മൾ ഇടപെടുന്നത് എങ്ങനെ? എന്നോട് എങ്ങനെ അതുപോലെ ഞാനും അങ്ങോട്ട്, അല്ലെ? ആ നിലപാടല്ല ഏറ്റവും നല്ലത്. പിന്നെയോ, നമുക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നത് എന്താണോ അങ്ങനെ നാം ഇടപെടണം എന്നതാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ബഹുമാനികളെ, രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ജനങ്ങളുമായിട്ടുള്ള നല്ല ഇടപെടൽ. ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, നല്ല ഇടപെടൽ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നമുക്ക് പഠിക്കാൻ കഴിയും. തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, മൻ അദ്ദബക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ അങ്ങേക്ക് ആരാണ് അദബ് പഠിപ്പിച്ചു തന്നത്? അങ്ങയുടെ സംസ്കാരം എത്ര നല്ല സംസ്കാരമാണ്, എത്ര നല്ല അദബാണ് അങ്ങയുടേത്. അങ്ങേക്ക് അദബ് പഠിപ്പിച്ചു തന്നത് ആരാണ്? അങ്ങ് ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ മരണപ്പെട്ടു. ഉപ്പയിൽ നിന്നും അങ്ങേക്ക് സംസ്കാരം കിട്ടിയിട്ടില്ല, അദബ് പഠിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. 6-ാമത്തെ വയസ്സിൽ ഉമ്മയും മരണപ്പെട്ടു. ഉമ്മയിൽ നിന്നും അദബ് പഠിക്കേണ്ട സാഹചര്യങ്ങൾ കുറവായിരുന്നു. കാരണം പാല് കുടിക്കേണ്ട സമയം അധികവും മറ്റു പല സ്ത്രീകളുടെ അടുക്കലായിരുന്നു. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള നിരവധി ഉമ്മമാരുടെ അടുക്കലായിരുന്നു പാലുകുടി പ്രായം. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഉമ്മയോടുകൂടെ ജീവിച്ചിട്ടുള്ളൂ. ഉമ്മയും 6-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. ഉമ്മയിൽ നിന്നും സംസ്കാരം പഠിക്കാൻ, അദബ് പഠിക്കാൻ, മര്യാദ പഠിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടില്ല. ഓത്തുപള്ളിയിലോ മദ്രസയിലോ സ്കൂളിലോ ഒന്നും അങ്ങ് പോയിട്ടില്ല ഒരു അധ്യാപകരിൽ നിന്നും പഠിക്കാൻ.
എന്നിട്ടും നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും നല്ല സംസ്കാരം? പുസ്തകം വായിച്ചിട്ട് മനസ്സിലാക്കിയതാണ് എന്ന് കരുതിയാൽ പോലും നമുക്ക് കഴിയില്ല. കാരണം ഉമ്മിയാണ്, നിരക്ഷര കുക്ഷിയാണ് എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസമില്ലാത്ത ആളാണ്. ഹബീബായ തങ്ങൾ വായനയിലൂടെ സംസ്കാരം കിട്ടി, അങ്ങനെയും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് സ്വഹാബി ചോദിക്കുന്നത്, മൻ അദ്ദബക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ അങ്ങേക്ക് ആരാണ് അദബ് പഠിപ്പിച്ചു തന്നത്? തങ്ങൾ പറയുന്നു, അദ്ദബനി റബ്ബി, അദ്ദബനി റബ്ബി, എനിക്ക് അദബ് പഠിപ്പിച്ചു തന്നത് എന്റെ റബ്ബാണ്. എനിക്ക് അദബ് പഠിപ്പിച്ചു തന്നത് എന്റെ റബ്ബാണ്. ബഹുമാനികളെ, ആ ഹബീബായ തങ്ങളിൽ നിന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം അദബ് പഠിക്കേണ്ടവരാണ് നാം. തങ്ങൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുത്തതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് തങ്ങൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുത്തത്. ഒരായത്ത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതാം. സൂറത്തു ആലി ഇമ്രാനിലെ 159-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തങ്ങൾക്ക് അല്ലാഹു തആല അദബ് പഠിപ്പിച്ചു കൊടുത്ത രീതിയിൽ ഒരു ഭാഗമാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളളൻ ഗലീളൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് അങ്ങേക്ക് നിരവധി ലഭിച്ചിട്ടുണ്ടല്ലോ നബിയെ. അതുകൊണ്ട് ലിൻത ലഹും, അങ്ങ് സഹാബത്തിനോട്, അങ്ങയുടെ ചുറ്റും കൂടിയവരോട് ലിൻത ലഹും, സൗമ്യമായി പെരുമാറണം കേട്ടോ. ആരാ അദബ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ബഹുമാനികളെ, ഹബീബായ തങ്ങളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ലിൻത ലഹും, അവരോട് അങ്ങ് സൗമ്യമായി പെരുമാറണം. എന്നിട്ട് പറയാണ്, വലൗ കുൻത ഫളളൻ ഗലീളൽ ഖൽബ്, അങ്ങ് പരുഷ സ്വഭാവക്കാരനും കഠിന ഹൃദയനുമാണ് എങ്കിൽ ലൻഫളൂ മിൻ ഹൗലിക്, അങ്ങയുടെ ചുറ്റുഭാഗത്തു നിന്നും സഹാബത്ത് ഓടിപ്പോകും, അങ്ങ് ഇട്ടേച്ചു പോകും നബിയെ. അതുകൊണ്ട് അങ്ങ് ആരാകണം? അങ്ങ് സൗമ്യമായി പെരുമാറുന്നവൻ ആകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇമ്രാനിലെ 159-ാമത്തെ വചനത്തിലൂടെ ഹബീബായ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് അദ്ദബനി റബ്ബി, എനിക്ക് അദബ് പഠിപ്പിച്ചു തന്നത്, എനിക്ക് മറ്റുള്ളവരോട് ഇടപെടേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കി തന്നത് എന്റെ റബ്ബാണ്. ബഹുമാനികൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രായം എത്രയാണെങ്കിൽ പോലും മറ്റുള്ളവരോട് ഇടപെടേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തവർ. തഹജ്ജുദുണ്ടോ? ഉണ്ട്. ളുഹണ്ടോ? അതുണ്ട്. ഖുർആൻ ശരീഫോ? താഴെ വെക്കാറില്ല. ദുആയോ? അതുണ്ട്. പക്ഷെ മറ്റുള്ളവരോട് ഇടപെടേണ്ടത് എങ്ങനെ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട് ബഹുമാനികളെ. ഒരിക്കലും നാം അവരിൽപ്പെട്ടവരാകാൻ പാടില്ല. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, എനിക്ക് സംസ്കാരം പകർന്നു തന്നത് എന്റെ റബ്ബാണ്. ഈ ആയത്ത് ഇറങ്ങാൻ ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ ഓതി ആയത്തുണ്ടല്ലോ, ആ ആയത്ത് ഇറങ്ങാൻ ഒരു സാഹചര്യമുണ്ട്. ഉഹദ് യുദ്ധത്തിന് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 50ഓളം ആളുകളെ ജബലുർ റുമ്മാത്തിൽ നിർത്തിയിരുന്നു. ജബലുർ റുമ്മാത്ത് എന്ന് പറഞ്ഞാൽ ഉഹദ് രണാങ്കളം സന്ദർശിക്കുന്നവർക്ക് കാണാൻ കഴിയും. ഇപ്പോഴുമുണ്ട് ജബലുർ റുമ്മാത്ത്, ചെറിയൊരു പർവ്വതം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ ഉംറ യാത്രയിൽ പോലും സന്ദർശിക്കാൻ കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും പല ആവർത്തി അവിടെ എത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, ജബലുർ റുമ്മാത്ത്, അമ്പെയ്ത്തുകാരുടെ പർവ്വതം എന്നാണ് അതിന്റെ അർത്ഥം. ജബലുർ റുമ്മാത്ത്, അമ്പെയ്ത്തുകാരുടെ പർവ്വതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പർവ്വതത്തിലേക്ക് 50 സ്വഹാബത്തിനെ പറഞ്ഞയച്ചു. നിങ്ങൾ ഒരു കാരണവശാലും ഞാൻ വിളിക്കാതെ നിങ്ങൾ ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞയച്ചത്. അവരുടെ ഇടപെടൽ കൊണ്ട് യുദ്ധം അനായാസം ജയിക്കാൻ കഴിഞ്ഞു. അതായിരുന്നു യുദ്ധതന്ത്രം. പർവ്വതത്തിന് മുകളിൽ നിന്നും അമ്പുകൾ ഇങ്ങനെ വന്നപ്പോ ശത്രുക്കൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അന്ന് ശത്രുക്കളുടെ നേതാവ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, വലിയ പിന്നീട് സൈഫുള്ള, അള്ളാഹുവിന്റെ വാള് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ആളാണ്. അന്ന് ഉഹദ് രണാങ്കളത്തിൽ തങ്ങൾക്ക് എതിരെ നിന്ന ആളാണ്. ജബലുർ റുമ്മാത്തിൽ നിന്ന് സഹാബികൾ കൃത്യമായി അവരെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചു കൊണ്ടിരുന്നു.
അനായാസം വിജയം ലഭിച്ചു. ശത്രുക്കൾ പരാജയപ്പെട്ടു എന്ന് ഉറപ്പാക്കിയപ്പോ തങ്ങൾ വിളിക്കാതെ തന്നെ അവരിറങ്ങി, താഴത്തേക്ക് ഇറങ്ങി. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, യുദ്ധതന്ത്രജ്ഞൻ, ജബലുർ റുമ്മാത്ത് എന്ന് പറയുന്ന ആ ചെറിയ പർവ്വതം ചുറ്റിക്കറങ്ങി തിരിച്ചു വന്നിട്ട് പിറകിലൂടെ ആക്രമിച്ചു. വലിയ നിലയിൽ നാശനഷ്ടം സംഭവിച്ചു. ഏതുവരെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖത്ത് നിന്ന് മുൻപല്ല് നഷ്ടപ്പെട്ടു എന്ന് ചരിത്രം പഠിപ്പിച്ചു തരികയാണ്. വളരെയധികം പ്രയാസമുണ്ടാക്കി, വിഷമമുണ്ടാക്കി. ഒരുപാട് സഹാബത്ത് മരണപ്പെട്ടു. ഏതുവരെ? ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു വരെ ആ യുദ്ധത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ്. യുദ്ധം കഴിഞ്ഞു. ഈ 50 സ്വഹാബികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു. എന്താ ബഹുമാനികളെ അവരോട് പറയുക? എന്ത് സമീപനമാ ഒരു നേതാവ് എടുക്കുക? കാരണം നിരവധി സഹാബത്ത് മരണപ്പെട്ടു. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ വധം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. കരള് എടുത്ത് ചവച്ചു തുപ്പിയ നിലയിലാണ് ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ മൃതദേഹം കാണപ്പെട്ടത്. വളരെയധികം വിഷമവും പ്രയാസവും ഉണ്ടാക്കി ഉഹദ് രണാങ്കളം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ഈ 50 സ്വഹാബത്തും വന്ന് നിൽക്കുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവര് പറഞ്ഞ ന്യായം, തങ്ങളെ വിജയിച്ചു എന്ന് ഉറപ്പാക്കിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇറങ്ങിയത് എന്ന് ഇവര് പറഞ്ഞു. തങ്ങൾ ചോദിച്ചു, ഞാൻ പറഞ്ഞിട്ടല്ലേ ഇറങ്ങാൻ പാടുള്ളൂ എന്ന് കൽപ്പന നിങ്ങൾക്ക് തന്നതല്ലേ? എന്നിട്ടും നിങ്ങൾ ഇറങ്ങിയത് കൊണ്ടല്ലേ ഇത്രയും വലിയ നാശനഷ്ടം നമുക്ക് സംഭവിച്ചത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, നബിയെ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, തങ്ങളെ അവരോട് സൗമ്യമായി ഇടപെട നബിയെ. അവരിൽ നിന്നും ഒരു വീഴ്ച വന്നു, എന്നാലും അങ്ങ് അവരോട് സൗമ്യമായി ഇടപെട നബിയെ. വലൗ കുൻത ഫളൻ ഗലീലൽ ഖൽബ്, അങ്ങ് പരുഷ സ്വഭാവക്കാരനും കഠിന ഹൃദയനും ആണ് എങ്കിൽ ലൗ ഫളൂ മിൻ ഹൗലിക, അങ്ങയുടെ ചുറ്റും നിന്നും അവരങ്ങേ ഇട്ടേച്ചു പോകും. ഓരോ നേതാവും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്, പാഠമാണ്. ഓരോ നേതാവും പഠിച്ചിരിക്കേണ്ട പാഠമാണ്. ഓരോ കുടുംബനാഥനും പഠിച്ചിരിക്കേണ്ട പാഠമാണ്. ഓരോ അധ്യാപകനും പഠിച്ചിരിക്കേണ്ട പാഠമാണ്. നമുക്ക് ചുറ്റുമുള്ള നമ്മെ ആശ്രയിച്ചിരിക്കുന്ന ആളുകളോട് റഹ്മത്തോടെ സൗമ്യമായി ഇടപെടുക എന്നത് നമുക്ക് വളരെ അധികം നിർബന്ധമായ കാര്യമാണ്. ഇല്ലെങ്കിലോ നമ്മോട് വെറുപ്പുണ്ടാകും. അത് ഹബീബായ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തതാണ്. അതാണ് പറഞ്ഞത്, അദ്ദബനി റബ്ബി, എനിക്ക് അദബ് പഠിപ്പിച്ചു തന്നത് എൻ്റെ റബ്ബാണ്. ഇതാണ് ഈ ആയത്തിന്റെ പശ്ചാത്തലം. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. ഹബീബായ തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഒരു യഹൂദി വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നബിയെ, അങ്ങേക്ക് ഞാൻ കടം നൽകിയ ആ ദീനാറുകൾ എനിക്ക് മടക്കി തരണം. മടക്കി തരേണ്ട അവധി അങ്ങ് പറഞ്ഞ അവധി കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് മടക്കി നൽകണമെന്ന് പറഞ്ഞു. യഹൂദിയായ മനുഷ്യർക്ക് ദീനാർ കൊടുക്കാൻ തങ്ങളുടെ അടുക്കൽ അപ്പോൾ ഇല്ല. സഹാബത്ത് അന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രാരംഭ സമയത്താണ് മദീനയിൽ എത്തിയിട്ടുള്ളൂ. മക്കയിൽ നിന്നും ഹിജറ വന്ന മുഹാജിറുകൾ മദീനയിൽ വന്ന് നിലയുറപ്പിച്ചതിന് ശേഷം ധനാഢ്യന്മാരായിട്ടുണ്ട്. മദീനയിലെ സ്വഹാബത്തും ധനാഢ്യന്മാരുണ്ട്. പക്ഷെ ആ സദസ്സിൽ അന്ന് കഴിവുള്ള സഹാബത്തൊന്നും ഉണ്ടായിരുന്നില്ല. യഹൂദിയായ മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, അങ്ങേക്ക് ഞാൻ നൽകിയ ദീനാർ എനിക്ക് മടക്കി നൽകണം. തങ്ങളുടെ അടുക്കലാണെങ്കിലോ ദീനാർ ഇല്ല, കഴിവുള്ള സഹാബികളാണെങ്കിൽ അവിടെ ഇല്ലതാണ്. തങ്ങൾ പറഞ്ഞു, എൻ്റെ അടുക്കൽ ഇല്ലല്ലോ, അങ്ങേക്ക് തരാനുള്ള സമ്പത്ത് എൻ്റെ അടുക്കലില്ല. അപ്പൊ യഹൂദി പറഞ്ഞു, എനിക്ക് തന്നാൽ മാത്രമേ അങ്ങയിൽ നിന്ന് ഞാൻ വിട്ടുപോകൂ, അങ്ങയെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കാൻ അനുവദിക്കുകയുള്ളൂ. യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കയറിയിരുന്നു, ചാരയിരുന്നു. എന്നിട്ടോ ളുഹറിന്റെ സമയമായി, യഹൂദി എഴുന്നേറ്റില്ല. നിസ്കരിക്കേണ്ട സമയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിച്ചു. വീണ്ടും അവിടെ വന്നിരുന്നു. യഹൂദി പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. അസറിന്റെ സമയമായി, അസറും നിസ്കരിച്ചു. ദലാഇലുൻ നുബുവത്ത്, ബൈഹഖി ഇമാമിന്റെ ദലാഇലുൻ നുബുവത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം നമുക്ക് കാണാം. മഗ്രിബ് സമയമായി, ഇശാഇന്റെ സമയമായി, സഹാബത്ത് ഓരോന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ യഹൂദി ഇരിക്കുകയാണ്. സഹാബത്ത് കണ്ണുകൊണ്ടും ആക്ഷൻ കൊണ്ടും ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. യുഹദ്ദിദുഹു, ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു സഹാബത്ത്, യഹൂദിയുൻ യഹ്സബുക യഹ്ബസുക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ഒരു യഹൂദിയല്ലേ അങ്ങയെ തടഞ്ഞു വെച്ചേക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് മറുപടി കൊടുക്കുകയാണ്, മനഅനി റബ്ബി അൻ അസ്ലിമ മുആഹദ, കരാർ ചെയ്യപ്പെട്ടവനോട് അക്രമം ചെയ്യുന്നതിനെ തൊട്ട് എന്നെ അല്ലാഹു തആല തടഞ്ഞിരിക്കുകയാണ്. ഞാൻ എത്ര വലിയ പദവിയുള്ള ആളാണെങ്കിലും ശരി, എനിക്ക് കരാർ ചെയ്യപ്പെട്ട ഒരാളോട് ഞാൻ അക്രമം ചെയ്യാൻ പാടില്ലെന്ന് അള്ളാഹു എന്നെ തടഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഇതിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞു. സഹാബത്ത് എഴുന്നേറ്റ് പോയി. തങ്ങൾ അവിടെ തന്നെ ഇരുന്നു, അവിടെ തന്നെ ഉറങ്ങി. യഹൂദിയും അവിടെ ഉറങ്ങി. സുബഹിന്റെ സമയമായി. രാവിലെ സഹാബത്ത് വന്നു. തങ്ങൾ സുബഹി നിസ്കരിച്ചു. സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോഴും യഹൂദി അവിടെ തന്നെ ഇരിക്കുക, പുറത്തേക്ക് പോകുന്നില്ല. തങ്ങൾക്കും പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഉച്ച സമയമായപ്പോ യഹൂദിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് രണ്ട് കരങ്ങളും പിടിച്ചുകൊണ്ട് പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിയെ, എനിക്ക് മാപ്പ് നൽകണം. ഞാൻ അങ്ങയെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല ഇത്രയും നേരം തടഞ്ഞു വെച്ചത്. തൗറാത്തിൽ 4 വിശേഷണങ്ങൾ അങ്ങയെക്കുറിച്ച് ഞാൻ കണ്ടു. ആ 4 വിശേഷണങ്ങളിൽ 3 ഞാൻ മനസ്സിലാക്കി. 4ാമത്തെ ഒരു വിശേഷണം അത് അങ്ങയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പണി ചെയ്തത്. 1ാമത്തെ വിശേഷണം മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ്, അങ്ങ് അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദ് ആയിരിക്കുമെന്ന് തൗറാത്തിലുണ്ട്. അത് ഞാൻ മനസ്സിലാക്കി. മൗരിദുഹു ബി മക്ക, മക്കയിലായിരിക്കും ജനനമെന്നും പറഞ്ഞിട്ടുണ്ട് തൗറാത്തിൽ. അതും ഞാൻ മനസ്സിലാക്കി. വമുഹാജിറുഹു ബി ത്വയ്ബ, ഹിജ്റ മദീനയിലേക്കായിരിക്കുമെന്നും തൗറാത്തിലുണ്ട്. അതും ഞാൻ മനസ്സിലാക്കി. 4ാമത്തെ വിശേഷണം എന്താണെന്നറിയോ? ലൈസ ബിഫള്ളിൻ വലാ ഗലീൽ, കഠിന ഹൃദയനോ പരുഷ സ്വഭാവിയോ അല്ല ആ പ്രവാചകൻ എന്ന് തൗറാത്തിലുണ്ട്. അതും മനസ്സിലാക്കാൻ വേണ്ടിയാണ് നബിയെ ഇത്രയും നേരം ഞാൻ ചിലവഴിച്ചത്. എന്നോട് മാപ്പാക്കണം. ഞാൻ മദീനയിലെ വലിയ ധനാഢ്യനാണ്. എന്റെ ധനത്തിന്റെ പകുതി സമ്പത്തും ഞാനിതാ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് എന്ന് യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു എന്നുള്ളതാണ്. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണോ ആ നിലയിൽ, കൃത്യമായ നിലയിൽ തന്നെ ഇടപെട്ടത് കൊണ്ട് ബഹുമാനികളെ വലിയ നേട്ടമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബ് ലം ഫല്ലു മിൻ ഹൗലിക, കഠിന ഹൃദയനാണ് എങ്കിൽ നിന്റെ അടുക്കൽ നിന്നും ആളുകൾ വിട്ടേച്ചു പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ്. ബഹുമാനികളെ, നീട്ടിക്കൊണ്ടു പോകാൻ സമയം അനുവദിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റ് അവർക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വിഷയം തന്നെ അടുത്ത ആഴ്ചയും കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കും.